ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. 18-ാം ദിവസം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദേ രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമണിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദിന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. സമുദ്രലംഘനത്തിന് കപികളുടെ ആലോചന. പിന്നെ കപിവരന്മാർ കൗതുകത്തോടും അന്യോന്യമാശു പറഞ്ഞു തുടങ്ങിനാർ. ഉഗ്രമഹാനക്രചക്ര ഭയങ്കരം അഗ്രേ സമുദ്രമാലോക്യ കപികൂലം. എങ്ങനെ നാം ഇതിനെ കടക്കുന്നവാർ എങ്ങും മറുകര കാണുവാനുമില്ലല്ലോ. ആപതല്ലാത്തതും ചിന്തിച്ചു ഖേദിച്ച് ചാപതിനിന്തവകാശം കവികളെ. ശക്രതനയ തനൂജനാം അങ്കദൻ മർക്കട നായകന്മാരോട് ചൊല്ലിനാൻ. എത്രയും വേഗബലമുള്ള ശൂരന്മാർ, ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ. നിങ്ങളെല്ലാവർക്കും എന്നാൽ ഇവരിൽ വച്ച് ഇങ്ങു വന്നെന്നോടൊരുത്തൻ പറയണം. ഞാനിതിനാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുന്നതും ദൃഢം. സുഗ്രീവരാമ സൗമിത്രികൾക്കും ബഹു വ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ. അങ്കദനിങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ നോക്കിനാരേവരും. ഒന്നും പറഞ്ഞിലൊരുത്തരും അങ്കദൻ പിന്നെയും വാനരന്മാരോട് ചൊല്ലിനാൻ. ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകമുച്ചത ഉദ്യോഗപൂർവകം. ചാടാമെനിക്കു 10 യോജന വഴി, ചാടാം 20 കവി, 30 ചാടാമെനിക്കെന്ന പരനും, അപ്പടി 40 മറ്റേവനും, 50, 60, 70 80 ചാടാമെനിക്കെന്നൊരുവനും, 90 ചാടുവാൻ ദണ്ഡമില്ലേകനെന്ന് അർണവമോ 100 യോഗങ്ങളുണ്ടായല്ലോ. ഇക്കണ്ട നമ്മിൽ ആർക്കും കടക്കാവതല്ല ഇക്കടൽ മർക്കട വീരരെ നിർണയം. മുന്നം ത്രിവിക്രമൻ 3 ലോകങ്ങളും ഛന്നനായി 3 അടിയായി അളക്കും വിധവും യൗവനകാലെ പെരുമ്പറയും കുട്ടി 3 വട്ടം വലത്തു വച്ചിടിനാൻ. വാർദ്ധക്യമഗസ്ത്യനായേനിതാനീം ലവണാബ്ധി കടപ്പാനുമില്ല വേഗം മമ.
ഞാൻ 21 വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തേൻ ദശമാത്രയാ. കാലസ്വരൂപനാം ഈശ്വരൻ തന്നെ ലീലകളോർത്തോളം അത്ഭുതമെത്രയും ഇത്തമജാത്മജൻ ചൊന്നതു കേട്ടരൻ ഉത്തരം വൃത്രാനി പൗത്രനും ചൊല്ലിനാൻ. അങ്ങോട്ടു ചാടാമെനിക്കെന്നു നിർണയം, ഇങ്ങോട്ട് പോരുവാൻ ദണ്ഡമുണ്ടാകില്ല. സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും, സാമർഥ്യമുണ്ടു ഭവാനിതെങ്കിലും. ഭൃത്യജനങ്ങൾ അയക്കയില്ലെന്നുമേ ഭൃത്യരിലേഖനുണ്ടാമെന്നതേ വരൂ. ആർക്കുമേയല്ല സാമർഥ്യമനശനം, ദീക്ഷിച്ചു തന്നെ മരിക്ക നല്ലുഭയം. താരേയമേവം പറഞ്ഞോരനന്തരം സാരസംഭവനന്ദനൻ ചൊല്ലിനാൻ. എന്തു ചകൽ പ്രാണനന്ദനൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ടനായി തന്നെ ഇരുന്നു കളകയോ കണ്ടേൽ നിന്നെ ഒഴിഞ്ഞു മറ്റാരെയും. ദാക്ഷായണി ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ. പിന്നെ പാദാത്മജനാകയുണ്ടവൻ തന്നോട് തുല്യൻ ബലവേഗമോർക്കിലോ. കേസരി എന്നെ കൊന്നു താപം കളഞ്ഞൊരോ കേസരിയാകിയ വാനരനാഥന്. പുത്രനായ അഞ്ജന പെറ്റുളവായൊരു സത്വഗുണപ്രധാനൻ ഭവാൻ കേവലം. അഞ്ജന ഗർഭച്യുതനായ അവനിയൽ അഞ്ജസാജാതനായി വീണ നേരം ഭവാൻ. 500 യോജന മേൽപോട്ടു ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നിതും മാനസേ. ചണ്ഡകിരണുദിച്ചു പൊങ്ങുന്നേരം മണ്ഡലം തന്നെ തുടുതുടെ കണ്ടു നീ. പക്വമെന്നോർത്തു ഭക്ഷിപ്പാനൊടുക്കയാൽ ശക്രനുടെ വ്രജമേറ്റു പതിച്ചതും ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി. പൊക്കിതു പാതാളം അപ്പോൾ ത്രിമൂർത്തികൾ 33 കോടി വാനവർ തമ്മോടും ഉൽപ്പല സംഭവപുത്ര വർഗത്തോടും പ്രത്യക്ഷരായി വന്നനുഗ്രഹിച്ചിടിനാർ. മൃത്യുവരാലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ല മൃതിയെന്ന് കൽപ്പിച്ചതിനിളക്കം വരാനിർണയം. ആംനായ സാരാർത്ഥ മൂർത്തികൾ ചൊല്ലിനാർ. നാംനാ ഹനുമാനിവനെന്നു സാദരം. വജ്രം ഹനുവിങ്കലേറ്റു മുറികയാൽ ചരിത്രങ്ങൾ മറന്നിതോ മാനസേ. നിൻ കയ്യിലല്ലയല്ലോ തന്നതു രാഘവൻ അങ്കുലീയ മധുമെന്തിനെന്നോർക്കനേ. ത്വൽബലവീരവേഗങ്ങൾ വർണ്ണിപ്പതെന്നും ഇപ്രപഞ്ചത്തിലാർക്കുമാവല്ലടോ. യുദ്ധം വിധിസുതൻ ചൊന്ന നേരം വായുപുത്രനുമുദ്ധായ സത്വരം പ്രീതനായി. ബ്രഹ്മാണ്ടമാശു കുലുങ്ങുമാറുന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനാൻ. വാമനമൂർത്തിയെ പോലെ വളർന്നവൻ ഭൂമിധരാകാരനായി നിന്നു ചൊല്ലിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണനെ കുലത്തോട് മുടുക്കി ഞാൻ. ദേവിയെയും കൊണ്ടുപോരുവനെന്നുമേ. അല്ലായിലോ ദശകണ്ഠനെ ബന്ധിച്ച് മെല്ലവേ വാമകരത്തിലെടുത്തുടൻ കൂടത്രയത്തോടും ലങ്കാപുരത്തെയും കൂടെ വലത്തു കരത്തിലാക്കിക്കൊണ്ട് രാമാന്തികെ വെച്ചു കൈ തൊഴുതിയിടുവൻ. രാമാങ്കുലീയമെൻ കയ്യിലുണ്ടാകയാൽ മാരുതി വാക്കു കേട്ടോരും വിധിസുതൻ ആരൂഢ കൗതുകം ചൊല്ലിനാൻ. പിന്നെയും ദേവിയെ കണ്ടു തിരികെ വരിക നീ. രാവണനോട് എതിർത്തിടുവാൻ പിന്നെയാം നിഗ്രഹിച്ചിടും ദശാസ്യനെ രാഘവൻ. വിക്രമം കാട്ടുവാൻ അന്നേരമാമല്ലോ. പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായ കല്യാണം ഭവിക്കതേ. മാരുതദേവനുമുണ്ട
കണ്ടരികേത്തവ ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു. ആശീർവചനവും ചെയ്തു കപികുലം ആശുപോകുന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകുളേറെ നാഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനാൻ. ഇതം പറഞ്ഞറിയിച്ചോരു തത്തയും ബദ്ധമോദത്തോടിരുന്നിതക്കാലമേ. നിത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ കിഷ്കിന്ധാകാണ്ഡം സമാപ്തം. സുന്ദരകാണ്ഡം. സകല ശുകകുല വിമല ലതികതിക കളേബരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയ മമ കഥകളതിസാദരം. കാകുൽസ്ഥല ലീലകൾ കേട്ടാൽ മതിവരാം. കിളിമകളോടതിസരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം കളമൊഴിയും അഴകിനോട് തൊഴുതു ചൊല്ലിടിനാൾ. കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ. ഹിമശിഖിരി സുതയോടു ചിരിച്ചു ഗംഗാധരൻ എങ്കിലോ കേട്ടുകൊള്ളുകെന്നരുളി ചെയ്തു.